ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? മുളക് പൊടി ഒന്നും ഒട്ടും ചേർക്കാതെ കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്ന പെപ്പർ ചിക്കനാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പെപ്പർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് 8 സവാള, 10-20 ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, അതില്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി വേണ്ടത് നമുക്ക് തക്കാളിയാണ്. തക്കാളി 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. 12 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയൊരു കഷ്ണം ഇഞ്ചിയും, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് പൊടികളാണ്. ഇവിടെ 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. പെരിഞ്ജീരകത്തിന് വലിയ ജീരകം എന്നും കൂടി പറയും. അപ്പോൾ അതൊരു ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലും ഉപ്പുമാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. 2 കിലോ ചിക്കൻ ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യത്തിന് ഗ്രേവി വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രമാണ് സ്റ്റവിൽ വെച്ചിട്ടുള്ളത്. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും മതി, നമ്മളിപ്പോൾ ഇവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് ഒന്ന് പൊട്ടിക്കുക. അതിലേക്ക് തന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സ്റ്റവ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം, കളറൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അതുവരേക്കും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ സവാളയുടെ കൂട്ടത്തിൽ കുഞ്ഞുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. 10-20ഓളം എന്ന് പറഞ്ഞത് അതിനൊരു അളവില്ലാത്തത് കൊണ്ടാണ്. കുഞ്ഞുള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്ര ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് തൊലി കളയാനൊന്നും മടിയില്ലെങ്കിൽ അത് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അത്രയും അത് ചതച്ചെടുത്തു, അത് ഇതിലേക്ക് ചേർത്തു. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി നല്ല വഴണ്ടി വന്നതിന് ശേഷമാണ് പൊടികൾ ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും നേരത്തെ മാറ്റി വെച്ചത് ഇതിലേക്ക് ചേർത്തു. ഈ സമയത്ത് സ്റ്റവ് സിമ്മിലാക്കിയിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി. അപ്പോഴേക്കും അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ് ചേർക്കുന്നത്. 3 വലിയ തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചത്. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിന് പിന്നീട് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് വീണ്ടും ഞാനൊരു 10 ഉള്ളി അതിലേക്ക് ചേർക്കുന്നുണ്ട്. നേരത്തെ ചേർക്കണമെന്നില്ല, ഇപ്പം ഇട്ടാലും മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റൊക്കെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. അതിനിടയിൽ 1-2 തവണ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാതും കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. നേരത്തെ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാം. ഈ സമയത്ത് സ്റ്റവ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ആ മസാലയൊക്കെ അതിൽ പിടിക്കുന്നത് വരെ, ചിക്കനിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 4-5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ ആ റെഡ് കളറൊക്കെ ഒന്ന് മാറി നല്ല വൈറ്റായിട്ട് വരും. ചിക്കൻ ചൂടാവുന്നതിനനുസരിച്ച് അതിൻ്റെ കളറൊക്കെ മാറും. എല്ലാ വശത്തും മസാല പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആ തവി കൊണ്ട് തന്നെ ചിക്കൻ്റെ മേലേക്ക് മസാല തേച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതിന്ന് ഓയിലൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്, പച്ചവെള്ളമല്ല. ഞാനിവിടെ 3 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം അതിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഗ്രേവി ആവശ്യമില്ലെങ്കിൽ നമ്മൾ അതിന് അനുസരിച്ച് തിക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. ചിക്കനിൽ ഉപ്പൊക്കെ ഒന്നുകൂടി നോക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വിട്ടുപോയതാണ്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ്. ഫുൾ കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും.
പിന്നെ കുറച്ചുകൂടി കറിവേപ്പില ഇട്ടു, നേരത്തെ അരിഞ്ഞ് വെച്ച മല്ലിയിലയും കൂടി ഇട്ടു. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാം. മിനിമം 1 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ മുഴുവനായിട്ടുള്ള ടേസ്റ്റ് വരില്ല, ഒറിജിനൽ ടേസ്റ്റ് വരില്ല. അപ്പോൾ പെപ്പർ ചിക്കനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സെർവ് ചെയ്യുന്നത് പൊറോട്ടേൻ്റെ കൂടെയാണ്. ചിക്കനിൽ വ്യത്യസ്തങ്ങളായ രുചികൾ പരീക്ഷിക്കുമ്പോൾ ഇതുപോലെ ഒരിക്കൽ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.